المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول إمام زولي رضي الله عنه عاشق الرسول ويسل كرني رضي الله عنه سيدنا ووسيلتنا إلى الله يا شيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا معين الدين دستي الجميع. സത്യം പറഞ്ഞാലേ നല്ല സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം ഈ വേഷത്തിൽ നിന്നിട്ട് എങ്ങനെ പറയാമെന്ന് കരുതിയിട്ടാണ്. നല്ല മുട്ടം വടിയെടുത്ത് നല്ല അടി ചന്തിക്ക് കൊടുക്കേണ്ടതാണ്. ശരിക്കും ചന്തി നോക്കി നല്ല അടി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകൾ പോയി പെടുന്നില്ല എന്നാണ്. എങ്ങനെയൊക്കെ ഇവരുടെ അടുത്ത് പോയിരുന്ന് ഇതൊരു ആത്മീയ മജ്ലിസാണെന്നും പറഞ്ഞ് അവിടെ പോയി ആമീൻ പറയാനും അവിടെ പോയിരുന്ന് ഖുർആൻ ഓതാനും. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? തങ്ങൾക്ക് പൈസ കിട്ടണോണ്ട് ഉസ്താദിന് അസൂയാണ്. പറഞ്ഞത് ഏതവനാന്ന്? തങ്ങൾക്ക് പൈസ കിട്ടണോണ്ട് അസൂയ, തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായി മജ്ലിസ് നടത്തുന്നത്. അപ്പം അതങ്ങനെ തന്നെയാണ് അല്ലേ? കുറേ മുത്തുമണികൾ കമൻറ്റ് ചെയ്യണേ, തങ്ങൾക്ക് പൈസ കിട്ടണോണ്ട് ഉസ്താദിന് അസൂയാണ്. അപ്പോൾ നിങ്ങൾ തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് അല്ലേ? എന്നാൽ പിന്നെ ഈ സ്വലാത്തും ഈ പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് തങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന് പേരിട്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് വാരി കൊടുക്ക്. നിങ്ങൾ സഹായിക്കും, മൂപ്പര് നന്നാവട്ടെ. ആരപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്? പക്ഷെ ദീനിൻ്റെ പേരിൽ വേണോ മക്കളെ? അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരും പറഞ്ഞ് അവരുടെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഈ തോന്നിവാസമൊക്കെ, അതും റീലെടുത്ത് എത്ര ലക്ഷം ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്ത് ഹുർമത്താണ്, എന്ത് അദബാണ് ആ സദസ്സിലുള്ളത്? അള്ളാൻ്റെ ഔലിയാക്കളുടെ ശാപം മേടിച്ചു കൂട്ടുന്ന ഈ ജാതി തോന്നിയാസം കാണിക്കുന്ന മനുഷ്യന്മാരുടെ മജ്ലിസാണെന്നും പറഞ്ഞ് പോയിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോലെ അല്ലേ? നിങ്ങളുടെ ഈമാനല്ലേ അതിലൂടെ നഷ്ടപ്പെടുക. ഞാനൊരു ഖുദ്സിയായ ഹദീത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വേറൊന്നും കേൾക്കണ്ട നിങ്ങൾ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ള പറഞ്ഞതായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനെ നിസ്സാരമാക്കിയാൽ, ശരിക്ക് ശ്രദ്ധിക്കണേ, എൻ്റെ വലിയനെ നിസ്സാരമാക്കിയാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ വലിയനെ നിസ്സാരാക്കാന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഔലിയാക്കളെ കുറ്റം പറയുന്ന പുത്തൻ വാദികളുണ്ട്. അതൊരു പക്ഷേ അത് ഒരു ഭാഗമാണ്, അതങ്ങൾ മാറ്റിവെക്കുക. അവരെന്തായാലും അങ്ങനെ തന്നെ. അള്ളാൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് ഈ ജാതി ഔലിയാക്കളുടെ പേരിൽ തോന്നിവാസം കാണിക്കുന്നവനായിരിക്കും ഇവരെക്കാളും മുമ്പിൽ അള്ളാഹ് മുമ്പിൽ ശിക്ഷിക്കപ്പെടുക അല്ലേ? അള്ളാഹു യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈമാനോടെ മരിക്കാൻ പറ്റൂല. നൂറെ ഏർവാടി, ആ ഏർവാടി ശുഹദാക്കളുടെയൊക്കെ ദറജയെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഏർവാടി ശുഹദാക്കളുടെ പേര് വിട്ടിട്ട് കേസ് എടുക്കുകയാണ്, അതെടുക്കുകയാണ്, ഇതെടുക്കുകയാണ്, അവിടെ പോയി പൈസ ഇടുകയാണ്. ഇപ്പം ഈ ചങ്ങാതിയുടെ വീട്ടിൽ കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഅദല്ലാഹ്, എന്തിനാണ് ആ കൊടിമരം? അതിൻ്റെ ചുറ്റും കൊണ്ടുപോയി ചന്ദനത്തിരി കുത്ത്, അവിടെ കൊണ്ടുപോയി പൈസ ഇടുക. ഉമ്മത്ത് മുസ്ലിമേ, അള്ളാൻ്റെ ഔലിയാക്കളുടെ ശാപാണ് നിങ്ങൾ ഈ മേടിച്ചു കൂട്ടുന്നത്. ഔലിയാക്കളുടെ പേരിൽ കുറെ തട്ടിപ്പുകാരിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്തൊരു താത്താടെ കേസ് കേട്ട്, ഏറുവാടി ശുഹദാക്കൾ അവരുടെ ശരീരത്തിൽ കയറുന്നുണ്ട്, ആ സമയത്ത് അവിടെ ചെല്ലാന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞ ഈ വേഷത്തിലായിപ്പോയി, നല്ല വടിയും കൊണ്ടാണ് അവിടെ ചെല്ലേണ്ടത്. അള്ളാൻ്റെ ഔലിയാക്കൾ ജീവിതകാലത്ത്, ഹയാത്ത് കാലത്ത്, ഏത് പ്രത്യക്ഷത്തിൽ ഭൂമിയിൽ ഹയാത്തായിരിക്കുമ്പോൾ തന്നെ ഒരു അന്യപെണ്ണിൻ്റെ മുഖത്ത് നോക്കാത്ത ഔലിയാക്കൾ, അള്ളാൻ്റെ ഔലിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ വഫാത്തിന് ശേഷം ഈ പെണ്ണിൻ്റെ മേത്തോട്ട് വന്ന് റൂഹ കയറാണ് അല്ലേ? മഅദല്ലാഹ്, അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെ കയറാൻ നടക്കുന്നവരല്ല. അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ മേലെ കയറി നടക്കുന്നവരല്ല. വല്ല ജിന്നും ശൈത്താനും ഒക്കെ കയറിയ ആളുകൾ അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരും പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയാണ്. അതുപോലൊരു സംഗതിയാണ്. കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലേ, ഔലിയാക്കളുടെ പേര് പറയുമ്പോൾ എത്ര അദബ് വേണം, എത്ര ഹുർമത്ത് വേണം. എന്ത് ഹുർമത്താണ് ഈ സദസ്സിലുള്ളത്? ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, കളിയാക്കുന്ന പോലെ. അവിടെ വേറെന്തോ ഇത്തിരി കിട്ടുന്ന അല്ലെ, ആളുകളെ പറ്റിച്ച എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആൾക്കാരെ പറ്റിക്കൽ തന്നെയാണല്ലോ ഇത്. എന്നാൽ നല്ല നല്ല മജ്ലിസുകൾ എന്തോരമുണ്ട് മക്കളെ അല്ലേ? ദിക്ർ ചൊല്ലുന്ന, സ്വലാത്തിലെന്ന നല്ല മജ്ലിസിൽ പോയിരുന്നോ നിങ്ങളൊരു കുഴപ്പമില്ലല്ലോ. കാരണം ദിക്റിൻ്റെ ഹൽക്ക തേടി നടക്കുന്ന മലക്കുകളെ കുറിച്ചൊക്കെ ജാമിഅ തിർമിദിയിൽ സ്വഹീഹായ ഹദീസ് വന്നിട്ടില്ലേ?
ഹലക്ക ദിക്കറിൻ്റെ ഹൽക്കകൾ തേടി നടക്കുന്ന യത്തൂഫൂന ഫി തുർക്ക് എന്നാണ്. ഓരോ വഴിയിലും മലക്കുകൾ തേടി നടക്കും. അവിടെ നിന്നിങ്ങനെ വാനം മുട്ട മലക്കുകൾ ആ ദിക്കർ ഹൽക്കയിൽ വന്ന് നിറയും. ഈ ഔലിയാക്കളെ കളിയാക്കുന്ന, ഔലിയാക്കളുടെ പേരും പറഞ്ഞ് പുട്ടടിക്കാൻ ഇരിക്കുന്ന ഈ ചങ്ങാതിമാരുടെ സദസ്സിലൊക്കെ പോയിരുന്നിട്ട് നിങ്ങൾ ഈമാൻ നശിപ്പിക്കുന്നത് എന്തിനാ മക്കളെ? എത്രമേൽ മോശമാണത്, എത്രമേൽ മോശമാണത്. മറ്റേ ചങ്ങാതിയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഒത്തിരി ഗൗരവത്തിൽ തന്നെ വേറെ ഞാൻ പറയാനുണ്ട്. ഏത് ഇവിടെ നൂറെ ഹബീബ് വലിയ മുത്തുമണി, ഇത് കൊച്ചു മുത്തുമണിയാണ്. ഇനി ഇതിൻ്റെ താഴെ വേറെ മുത്തുമണി ഉണ്ടോയെന്ന് അറിയില്ല. ഓരോരോ മുത്തുമണികൾ, ഇതിപ്പോൾ നൂറെ ഏർവാടി, ഇനി അപ്പുറത്ത് നൂറെ മമ്പുറം, ഇനി അപ്പുറത്തോട്ട് പോയി നൂറെ മടവൂർ, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നൂറെ മുത്തുപ്പേട്ട. സംഗതി ഇതൊക്കെ 100 തന്നെയാണ്. പക്ഷേ ഈ 100-ൽ നിന്ന് ഇവർക്ക് എന്താ കിട്ടിയത്? എന്തെങ്കിലും ഒരു നല്ല സ്വഭാവം. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലൊക്കെ പോയിരിക്കണ താത്താമാർ ഇതിൻ്റെ താഴെ വന്ന് പച്ച തെറി വിളിക്കുന്നുണ്ട്, എന്നെ എന്തെല്ലാം തെറി വിളിക്കുന്നുണ്ട്. എനിക്കതൊന്നും വിഷയമില്ല കേട്ടോ, ഞാൻ പൊരുത്തപ്പെട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ നിങ്ങൾ വിളിച്ചതും വിളിക്കാനിരിക്കുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടി ഞാൻ പൊരുത്തപ്പെട്ട് വന്നിരിക്കുന്നു. എന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ദീൻ പറഞ്ഞതിന് വേണ്ടി എന്ത് കേൾക്കാനും ഞാൻ തയ്യാറാണ്. മറ്റേ മുത്തുമണി പറഞ്ഞ പോലെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല, അതൊന്നും ഞാൻ പറയൂല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഔലിയാക്കളുടെയൊക്കെ എന്ത് ക്വാളിറ്റിയാണ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്? എന്ത് ക്വാളിറ്റി ഉണ്ട്? എന്തെങ്കിലും ഒരു നന്മ ഈ സദസ്സിൽ പോകുന്നവർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഈ നേതാവിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്ഫുരണം ചെയ്യാത്തിടത്തോളം നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് കുറേ ദിക്ർ ചൊല്ലി കുറേ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങൾക്ക്? നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അല്ലയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാനെ കിട്ടലാണ് പ്രധാനം. ഈ ഔലിയാക്കൾ എന്തിനാ? നമുക്ക് അള്ളാനെ നേടിത്തരാനാണ്. ആ ഔലിയാക്കൾ കാണിച്ച വഴിയിലൂടെ നടക്കണം, അല്ലാതെ അവരുടെ പേരും പറഞ്ഞ് കറാമത്തും പറഞ്ഞ് പറ്റിച്ച് പൈസ ഉണ്ടാക്കാനല്ല. ഔലിയാക്കളുടെ കറാമത്തൊക്കെ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. നമ്മൾ ആ കറാമത്തിലേക്കല്ല നോക്കേണ്ടത്. ആ ഔലിയാക്കൾ ജീവിച്ച ജീവിതം എങ്ങനെയാണ്, അവരുടെ ജീവിതം കണ്ട് അവരിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തണം, അള്ളാനെ അറിയണം. അതാണ് ചെയ്യേണ്ടത്. അള്ളാനെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ദുനിയാവിൻ്റെ കാര്യലാഭത്തിന് വേണ്ടി കിടന്ന് ഓടൂലല്ലോ. നമുക്ക് പൈസയൊക്കെ വേണം, എല്ലാം വേണം, ഓക്കെ, പക്ഷെ കൽബിൽ അതൊന്നും ഉണ്ടാക്കരുത്. കൽബിൽ അതുള്ളപ്പോഴാണ്, അള്ളാനേക്കാൾ വലുത് പൈസയായി മാറുമ്പോഴാണ് നമ്മൾ ഈ തെറി വിളിക്കാനും കുറ്റം പറയാനും ചീത്ത പറയാനൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഈ പരസ്യമായി തെറ്റുകൾ കാണുമ്പോൾ അത് വിമർശിക്കൽ പണ്ഡിതൻ്റെ മേൽ ബാധ്യതയാണ്. മനസ്സിലായോ? അത് വിമർശിച്ചാൽ കുറ്റം പറയുന്നു വലിയായിരുന്നാണ് പറയണത്. അത് കുറ്റമല്ല, അത് നിങ്ങൾ കുറ്റമായിട്ട് കരുതിയാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ഏതായാലും ഈ ജാതി തട്ടിപ്പുകാരെ കുറിച്ചൊക്കെ എന്തു പറയാനാ? നമ്മളിത് പറഞ്ഞു കൊടുത്താൽ നമ്മൾ കുറ്റക്കാരനായി. ഏതായാലും ഉമ്മത്തിന് അള്ളാഹു ബോധം തരുമാറാകട്ടെ, അല്ലേ? ആ വരികളുടെ ബാക്കി ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് കള്ളൂഷാപ്പിൽ നീ കയറിയിടാത്തത് സ്വർഗക്കള്ളിന് കൊതിച്ചിട്ടോ, പെണ്ണീനാലെ നീ നാറിയിടാത്തത് ഹൂറിമാരെ നീ നച്ചിട്ടോ. മോനെ, നീ കള്ളു കുടിക്കാത്തെന്താ? അത് സ്വർഗത്തിലെ കള്ള് കിട്ടാൻ വേണ്ടി. നീ എന്താ വ്യഭിചരിക്കാത്തത്? അത് സ്വർഗത്തിലെ പെണ്ണ് കിട്ടാൻ വേണ്ടി. ഇതൊന്നും അല്ല അള്ളാൻ്റെ മതം, ഇതൊന്നും അല്ല. വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പൊള്ളു പോലെ നീ തള്ളടോ, കള്ള് ഷാപ്പല്ല വേശ്യത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. കള്ള് ഷാപ്പും വേശ്യത്തോപ്പും ഒന്നുമല്ല സ്വർഗം. ആ സ്വർഗം എന്താ? ലിക്കാ ഉള്ളയാണ്, അള്ളാനെ കാണലാണ്. അപ്പോൾ അള്ളാനെ കാണണമെന്ന കൊതിയോടുകൂടെ ഏത് ദിക്റ് ചൊല്ലിയാലും ആ ദിക്റിന് ജീവനുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ജീവൻ വെപ്പിച്ചു തരുന്നവരാണ് ആത്മീയ നേതാക്കൾ. അവരുടെ പിന്നാലെ പോകണം, അല്ലാതെ കണ്ടിടത്തെല്ലാം കയറി നിറങ്ങി ഈമാൻ നശിപ്പിച്ച് കളയരുത്. അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.